പേര് കോട്ടിക്കുളം. കോട്ടിക്കുളം ഔലിയെ കുറിച്ച് ഒരു കാന്തപുരം സുന്നി പറയുന്നത് കേട്ടോളൂ. കോട്ടിക്കുളം ഔലിയും കാന്തപുരവും തമ്മിലുള്ള ബന്ധം. എത്രയോ ഔലിയാക്കൾ ഉസ്താദുമായി ബന്ധമുണ്ട്. ഉസ്താദിന് തർക്കത്ത് വാങ്ങുന്നവരാണ് അധിക ഔലിയാക്കൾ. അങ്ങനെ തന്നെ പറയണം. കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദി പലരും കണ്ടിട്ടുണ്ടാവും. വർഷ സമ്മേളനത്തിന് 4 or 5 സമ്മേളനത്തിന് വരുന്നത് ഞാനിന്റെ കണ്ടുകൊണ്ടുണ്ട്. അബ്ദുൽ അസീസ് ഖാദിന് ആർക്കും കൈ കൊടുക്കൂല, ആർക്കും കൊടുക്കൂല കൈ. ഒരാൾക്ക് കൈ കൊടുക്കണമെങ്കിൽ കയ്യിലൊരു മുണ്ടിട്ടേ കൊടുക്കൂ, ഉസ്താദിന് നേരിട്ട് കൈ കൊടുക്കൂ. കൊട്ടിക്കുളം എന്തേ അബ്ദുൽ അസീസ് ഖാദി ഇങ്ങനെ മുണ്ടിട്ട് കൈ കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടട്ടോ. ഇവര് വലിയൊരു മഹാനാണ്, അല്ലാഹു റസൂലുമായി ബന്ധമുള്ള ഒരു വലിയ ആശിഖായ മനുഷ്യനാണ്. 2 വർഷത്തോളം മലർന്ന് കിടന്ന് ജീവുണ്ട് ആ രൂപത്തിൽ കിടന്നിരുന്നു അബ്ദുൽ അസീസ് ഖാദി സുഖല്ല. ആ കാലത്ത് റബീഉൽ അവ്വൽ 12-ന് ഒരു വലിയ മൗലിദ് നടത്താറുണ്ട് തന്റെ വീട്ടിൽ. ആ മൗലിദിന് 12-ന്റെ അന്ന് ജീവനില്ലാത്ത പോലെ കിടക്കുന്ന അബ്ദുൽ അസീസ് ഖാദി സംസാരിക്കുകയും പിന്നെ ആ ബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു. 12-ന് മാത്രം. അത്രയും വലിയ കറാമത്തുള്ള മഹാൻ. അല്ലാഹു റസൂലിനെ നേരിട്ട് കണ്ടു എന്ന് എന്നോട് അബ്ദുൽ അസീസ് ഖാദി പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ടു റസൂലുള്ളാഹി. 18-ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയുടെ ദർസിൽ റിയാദ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നും അവസ്ഥ മാറി റൂമും പള്ളിയും ഒന്നും കാണാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ എന്റെ ഉണർച്ചയിൽ കാണുകയാണ്, വലിയൊരു സംഘം വരുന്നു. ഒരാൾ വിളിച്ചു പറയുന്നു, ഹാദാ റസൂലുള്ളാഹ്, ഈ വരുന്നത് നബിതങ്ങളാണ്, ഈ വരുന്നത് നബിതങ്ങളാണ് അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഞാനിത് കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഒരു കുതിരയുടെ മുകളിൽ റസൂലുള്ളാഹികളുണ്ട്, പിന്നിൽ കുറെ സ്വഹാബിമാരുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹികൾ എന്നെ കൂട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ചുംബിച്ചു എന്നും പറഞ്ഞ് കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദി പൊട്ടിക്കരഞ്ഞു. എന്നോടാ പറഞ്ഞത്. വലിയ കറാമത്തുള്ള മഹാനാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു വാർത്ത മനുഷ്യൻ പറയില്ലേ. നോക്കുക, ഔലിയാക്കൾ മുഴുവൻ ഉസ്താദിനെ മനസ്സിലാക്കി. കണ്ടോ, ഔലിയാക്കൾ മുഴുവൻ മനസ്സിലാക്കി. കോട്ടിക്കുളം ഖാദിരി മൂപ്പര് പറയാണ് നബി നേരിട്ട് കണ്ട ആളാണ്. നേരെ നബി ഇങ്ങനെ ഒരു ദിവസം കോട്ടിക്കുളം ഖാദിരിക്കുമ്പോ ഒരു സംഘം ആൾക്കാർ, അപ്പൊ ഒരാൾ ഹാദാ റസൂലുള്ളാഹ്, ആ മനസ്സിലായി, ഓ നബിയാണ്. മനസ്സിലായില്ലേ? ഇത് കോട്ടിക്കുളം ഖാദിരിയോട് നേരിട്ട് പറയാം, പ്രശ്നമില്ല. അപ്പൊ വേറൊരാളെ പിടിക്കണ്ട, മൂപ്പരോട് നേരിട്ട് പറഞ്ഞായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീനെ. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗദയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്. എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിലൂടെ അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ സാഹിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഫൗനാക ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. പിന്നെ റസൂലുള്ളാഹിനെ കണ്ടില്ല. ഇതെന്നോട് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞതാ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണുന്നവരാണ് അവരൊക്കെ. AP ഉസ്താദ് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ടിക്കറ്റ് കൊടുക്കുകയാണത്രേ. അപ്പുറത്തെ റൂമിൽ റസൂൽ ഇരിക്കുന്നുണ്ട്. ആ റസൂലിനെ കാണണമെങ്കിൽ ആദ്യം കാന്തപുരത്തിന്റെ ടിക്കറ്റ് വാങ്ങണം. അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടു. അതിന്റെ ശേഷം അയാൾ AP ഗ്രൂപ്പൊക്കെ മാറി എന്നാണ് അയാളുടെ ഒരു മുരീദ് പറയുന്നത്. കേട്ടോളൂ. AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി. അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം അംഗത്വത്തിൽ ഏർപ്പെടുത്തിയത്. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ വിഭാഗത്തിലാണ് എന്താ തുറന്നു പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തിപ്പോ മനസ്സിലായിട്ടുള്ളതല്ലേ. അയാൾ പറയുന്നത്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവൻ. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്.
സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേറെ തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഈ രീതിയിൽ നിന്ന് ചിന്തിക്കുന്ന പ്രശ്നമില്ലാന്ന് മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതിലേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, എ.പി. ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ആ നബിയെ കാണാൻ എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. ഉസ്താദ് ഭൗതിക കാഴ്ചയിൽ ഒരു ഭൗതികമായി വളരെ ഉയർന്നൊരു വ്യക്തിയാണ്. ഡ്രസ് നമ്മളെ പോലത്തെ ഒന്നുമല്ല, നല്ല ഡ്രസ്സായി. വണ്ടി ഏതെങ്കിലും അംബാസഡർ ഒന്നുമല്ല, നല്ല വണ്ടിയായി. അതുകൊണ്ടൊന്നും ഒരു മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അള്ളാഹു ഭൗതികം കൊണ്ട് നിറച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഇത് പറയുമ്പോൾ ഒരു തമാശയായി കാണരുത്. ഇതാണ് സഹോദരന്മാരെ സത്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെ ബഹുമാനിച്ചിട്ട് അതിനും വരമ്പില്ല സഹോദരന്മാരെ. എങ്ങനെയും ബഹുമാനിക്കാം. അതല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ സാധനങ്ങളിൽ, എന്നല്ല ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും താഴ്ന്നതേതാണ്? അയാളുടെ ചെരുപ്പാണ്. ആ ചെരുപ്പല്ലേ തലയിൽ പേറി നടക്കുന്നത് നമ്മുടെ നേതാക്കന്മാർ. എ.പി. ഉസ്താദിന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. ഉള്ളാൾ തങ്ങൾ പാപ്പാന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. അങ്ങനെ തന്നെ സാലിഹ്യങ്ങളൊക്കെ. ബഹുമാനത്തിന് അതിരും വരമ്പുമില്ല. എങ്ങനെ ബഹുമാനിക്കണം? എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ്. സുജൂദ് ചെയ്യലേ ഹറാമാണ്, അതും കാഫിറാവൊന്നുമില്ല. ഫതുൽമീൽ പറഞ്ഞിട്ടുണ്ട്, സുജൂദ് ബഅദിൽ ജഹല, അറിവില്ലാത്തവർ ചിലർ വലിയ മഹാന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും. അത് ഹറാമാണ്, അത് പാടില്ല, ഹറാമാണ്, കുറ്റകരമാണ്. എങ്ങനെയും ബഹുമാനിക്കാം. ചുംബനവും അതുപോലെ തന്നെ എത്രയോ മക്ബറകളിലൊക്കെ ചുംബിക്കുന്നത് കാണുമ്പോൾ ചില സുന്നികളെ അങ്ങനെ ചെയ്യരുത് അറിയും. മക്ബറ ചുംബിക്കുന്നതിന് ഒരു തകരാറുമില്ല. മന്ദൂബുൻ ഇൻദ റംലി, ഇസ്മുദ്ദീനയിൽ കാണാം, അത് സുന്നത്തായ കർമ്മമാണ്. ഇമാം റംലി തങ്ങൾ അത് പറഞ്ഞിരിക്കുന്നു. മഹാന്മാരെ ഖബർ ചുംബിക്കുന്നത്, ഖബർ മുകളിലിട്ട പുടകൾ ചുംബിക്കുന്നത് ഒക്കെ നല്ലതാണ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണുന്നവരാണ് അവരൊക്കെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് നവ്വറല്ലാഹു മർഖദഹു അഹ്മദ് മുസ്ലിയാർ അല്ലാഹുവിന്റെ റസൂലിനെ എത്രയോ കണ്ടവരാ. അപ്പൊ നബീനെ കാണാനുള്ള പൂതി നമ്മൾ മഹാന്മാരോട് പറയല്ലേ, എനിക്കൊന്ന് ദ്വാരക്കണം, അതും നല്ലതാ. മഹാന്മാര് പറഞ്ഞാൽ നമുക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എനിക്ക് കണ്ടമാനം ഫാത്തിഹ ഓതിയല്ലേ, കണക്കല്ലാതെ ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞവർ. ആയിഷ ബീവിനോട് പറയാം, എനിക്ക് റസൂലുള്ളാഹിനെ കാണിച്ചു തരണം. ആയിഷ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ ഒരിക്കലും റസൂലുള്ള വരാതിരിക്കില്ല. ഇങ്ങനൊക്കെ ട്രിക്കുകൾ അയിമത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ട എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ദ്വാരക്കാൻ പറയലുണ്ട് കണ്ണിയത്തിനോട്, പലരും എനിക്ക് റസൂലുള്ളാഹിനെ കാണണം. അപ്പൊ കണ്ണിയത്ത് പറയത്രേ, നബിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ഉറക്കത്തിലും കണ്ടിട്ടില്ലേ? കണ്ണിയത്ത് ചോദിക്കുന്ന ശൈലി നോക്കി നിങ്ങൾ. ഉറക്കത്തിലും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താ മനസ്സിലായത്? ഉറക്കത്തിൽ കാണുക എന്നുള്ളത് ഒരു സിമ്പിൾ കാര്യമാണ്. അത് എല്ലാവർക്കും കഴിയുന്ന ഒന്നാണെന്നല്ലേ